ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ലാസ്റ്റ് വീക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 18 2025 UTC ടൈം 11:20 നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പൊ ChatGPT, സ്പോട്ടിഫൈ, യൂഡിമി, ഡ്രോ ബോക്സ്, കോയിൻ ബോക്സ്, അങ്ങനെ ഒരുപാട് കമ്പനീസിന്റെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതിരുന്നു അല്ലെ. ഇപ്പം ഈവൻ നിങ്ങൾക്ക് ഇതൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ന്യൂസ് പേപ്പർ കൂടെയും ടെക് വീഡിയോസിലൊക്കെ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ആ ഒരു ദിവസം പബ്ലിഷ് ചെയ്ത ആ ഒരു ന്യൂസിന്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം ഇന്റർനെറ്റിന്റെ ഒരു 20% ഡൗൺ ആയിരുന്നു എന്നാണ് ആ ഒരു സമയത്ത് വന്ന ന്യൂസ്. അപ്പം എന്താണ് ഈ ഒരു ഇഷ്യൂവിന്റെ റീസൺ? നിങ്ങൾ ക്ലൗഡ് ഫെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതായത് അവരുടെ ആ ഒരു കമ്പനിയിൽ ഒരു 3 അവർ കൊണ്ട് വന്ന ഒരു ഡൗൺ ടൈം ആണ് ഈ ഒരു എൻറ്റയർ ഇഷ്യൂവിന്റെയും റൂട്ട് കോസ്. അതായത് ക്ലൗഡ് ഫെയർസിന് അവരുടെ ഒരു ബോട്ട് മാനേജ്മെന്റ് കോൺഫിഗറേഷൻ സിസ്റ്റം ഉണ്ട്. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഒരു കോൺഫിഗറേഷൻ ഫയലിന്റെ സൈസ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ കൂടി. ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു എൻറ്റയർ ഇഷ്യൂ വന്നത്. ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഒരു ചെറിയൊരു ഫയലിന്റെ സൈസ് കൂടിയത് കൊണ്ട് ഇത്രയൊക്കെ നടക്കാനുണ്ടാവുമെന്ന്. ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ഇഷ്യൂവിന്റെ റൂട്ട് കോസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ തന്നെ ഇതിന്റെ റൂട്ട് കോസിന്റെ ഒരു ഡോക്യുമെന്റേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചിട്ട് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ CDN ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മീൻസ് ഈ ഒരു ക്ലൗഡ് ഫെയർ ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റുകളിൽ ഇപ്പൊ നമുക്ക് ട്വിറ്റർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവരുടെ കസ്റ്റമേഴ്സ് അവരുടെ ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിന് ക്ലൗഡ് ഫെയറിന് ഈ ഒരു റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് ഈ ഒരു ട്വിറ്റർ ആപ്ലിക്കേഷനിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ പോലും ഒരുപക്ഷെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എല്ലാവരും ഈ ഒരു CDN ഒരു ക്ലൗഡ് ഫെയറിന്റെ സർവീസസ് യൂസ് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാം കേട്ടോ. സോ നിങ്ങൾ ഒരു ഡെവലപ്പർ ആണെങ്കിൽ, എസ്പെഷ്യലി ഒരു ഡെവോപ്സിന്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേഷൻ ടീമിന്റെ ഒക്കെ പാർട്ടായിട്ടാണ്, അല്ല ഒരു ഡെവലപ്പർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പോലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണിത്, എസ്പെഷ്യലി ഇത്രയും റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്വിക്കായിട്ട് എന്താണ് ക്ലൗഡ് ഫെയർ നോക്കാം. അതിനുശേഷം ഈ ഒരു ഇഷ്യൂവിലേക്ക് വരാം. ഇവർ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഒരു CDN ആണ്, അതായത് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അത് കൂടാതെ DNS ഉണ്ട്, സെക്യൂരിറ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സർവീസ് ഉണ്ട്. പിന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ലോഡ് ബാലൻസിങ്ങിനും ക്യാഷിങ്ങിനും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് CDN തന്നെ എടുക്കാം. അപ്പം CDN സർവീസിലേക്ക് വരാം. അതായത് ഇപ്പൊ CDNന്റെ കേസിലാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു എൻറ്റയർ കണ്ടന്റിന്റെ കോപ്പി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ഈ ഒരു സർവീസിലുണ്ടാവും, ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ സപ്പോസ് നമ്മുടെ കയ്യിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളത് ഇന്ത്യയിലാണ് ഹോസ്റ്റ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ US കസ്റ്റമറിന് ഈ ഒരു അവർ ഈ ഒരു നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ അവർക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പക്ഷേ അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സെർവർ ആയിരിക്കും. അത് ഇന്ത്യയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിലേ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഡാറ്റ ട്രാൻസ്മിഷന്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു എൻഡ് യൂസറിന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഡാറ്റ ഡിസ്പ്ലേ ആവാതെ വന്ന നമ്മുടെ ഇപ്പൊ എസ്പെഷ്യലി ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെയും നമ്മുടെ റവന്യൂവിനെ ഒക്കെ അഫക്ട് ചെയ്യാം അല്ലെ. അപ്പം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെർവറിൽ നിന്നായിരിക്കും ഈ ഒരു US കസ്റ്റമറിന് ഈ ഒരു ഡാറ്റ കിട്ടുന്നത്. ഈ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഒരു ക്ലൗഡ് ഫെയറിന്റെ ഒരു CDN സർവീസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഔട്ടേജിലേക്ക് വരാം. അപ്പം അവർ ആ ഒരു സമയത്ത് ആ ഒരു ദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ഒരു ഇന്റേണൽ സർവീസിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രാഫിക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നതെന്നാണ്. അതായത് ഈ അൺഎക്സ്പെക്റ്റഡ് ട്രാഫിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെന്ന് നിൽക്കുന്നത് ഡോസ് അറ്റാക്കിലായിരിക്കും, അല്ലെ DOS, ഡിനേൽ ഓഫ് സർവീസ് അറ്റാക്കിലായിരിക്കും. പക്ഷെ അവരൊരു 3 മണിക്കൂർ കൊണ്ട്, സെയിം ഡേ ഒരു 3 മണിക്കൂർ കൊണ്ട് ഒരു 2:42 മീൻസ് 14:22 ആയപ്പോഴത്തേക്കും ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അന്നേ ദിവസം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഇന്റേണൽ സർവീസ് ഇഷ്യൂ തന്നെയാണ്, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലീഷ്യസ് അറ്റാക്സിന്റെ ഒന്നും ഭാഗമായിട്ട് വന്നിട്ടുള്ള ഇഷ്യൂ അല്ല എന്ന്. അപ്പൊ നമുക്ക് തിരിച്ചു എന്താണ് ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോട്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഇവർ ഫേസ് ചെയ്തതെന്ന്. അതായത് നിങ്ങൾക്ക് ഇത് ബോട്ട് മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ നോർമലി ഒരു
ഒരു ക്ലൗഡ്ഫെയർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലൗഡ്ഫെയറിന്റെ ഏതൊരു സർവീസും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്കൊരു എൻഡ് യൂസർ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെയും എൻഡ് യൂസറിന്റെയും ഇടയിലായിരിക്കും ഈ ഒരു ക്ലൗഡ്ഫെയർ ആക്ട് ചെയ്യുന്നത്. അതായത് യൂസറിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് ക്ലൗഡ്ഫെയറിലേക്കായിരിക്കും വരുന്നത്. ക്ലൗഡ്ഫെയർ ആയിരിക്കും ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ ആപ്ലിക്കേഷനിലേക്ക് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ US ക്ലയന്റിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെയൊക്കെ അപ്പൊ ഈ ഒരു അതുകൊണ്ടാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ChatGPT പോലുള്ള ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാതെ പോയത്. കാരണം എൻഡ് യൂസറിന്റെ സൈഡിൽ വരുന്ന ഇൻകമിംഗ് റിക്വസ്റ്റിനെ ഇവർ പ്രോസസ് ചെയ്ത് ആക്ച്വൽ GPT മോഡൽസിലേക്ക് ഇവർക്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഈ ഒരു അപ്പോൾ ഫോർവേഡിങ് ഇൻകമിംഗ് റിക്വസ്റ്റിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ബോട്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാം അറിയാം. നമ്മൾ ഇന്റർനെറ്റ് കയറിയിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാണെന്ന് വിചാരിച്ചോ. ഇപ്പം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് ബോക്സ് കണ്ടിട്ടില്ലേ, അത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ ആ ഒരു സൈറ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ കണ്ടന്റ് വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സർവീസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത് ഈ ആക്സസ് ചെയ്യുന്ന യൂസർ ആക്ച്വൽ ഹ്യൂമൺ ആണോ അതോ മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റാക്കേഴ്സിനുള്ള ബോട്ട് ആണോ എന്നുള്ളത്. ഇപ്പം എന്തെങ്കിലും ഒക്കെ ഓട്ടോ കറക്ഷൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ട് ബോട്ട് ത്രൂ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോസ് അറ്റാക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും സെക്യൂർ ആയിട്ട് മാനേജ് ചെയ്യുന്നത് ഇവരുടെ ഒരു ബോട്ട് സിസ്റ്റം ആണ്. ഇവര് ഇതിനെ കറക്റ്റ് ആയിട്ട് ഇൻകമിംഗ് റിക്വസ്റ്റിനെ അനലൈസ് ചെയ്യും. എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്, എന്തോ ഒരു പ്രോബ്ലം ഉള്ള ഒരു റിക്വസ്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിക്വസ്റ്റിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ആക്ച്വൽ ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആ ഒരു റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുള്ളൂ. അപ്പം ഇനി എങ്ങനെയാണ് ഇവരുടെ ഒരു ബോട്ട് മാനേജ്മെന്റ് സിസ്റ്റം ഇൻകമിംഗ് റിക്വസ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് ഇത് ഹ്യൂമൺ ആണോ ബോട്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഞാൻ AISന്റെ ഒക്കെ കുറെ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ AI മോഡൽസ് നമ്മൾ പ്രീ ട്രെയിൻ ചെയ്യും. നമ്മളല്ല, ആ ഓരോ കമ്പനീസും പ്രീ ട്രെയിൻ ചെയ്യും അവരുടെ ഒരു സ്പെസിഫിക് ടാസ്കിനനുസരിച്ചിട്ട്. ജനറൽ ആയിട്ടുള്ള മോഡൽസ് ആണ് ഈ GPT മോഡൽസ് ഒക്കെ എന്ന് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മോഡല് ഇവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ട്. ആ മോഡലിനെ ഈ ഒരു സെറ്റ് ഓഫ് ഡാറ്റ യൂസ് ചെയ്തിട്ട് ഈ ഒരു റിക്വസ്റ്റിനെ അനലൈസ് ചെയ്യാനുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ട്രെയിനിങ് ഡാറ്റ അതായത് ഈ ട്രെയിനിങ് ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ബോക്സിൽ വന്ന് ടിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ടൈപ്പ് യൂസർ ആണ്, ബോട്ട് ആണോ അത് ഹ്യൂമൻ ബീങ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റ യൂസ് ചെയ്തിട്ടായിരിക്കട്ടെ, നമുക്കൊന്നും എണ്ണിയെടുക്കാൻ പറ്റില്ല, അത്രയും ഡാറ്റ യൂസ് ചെയ്തിട്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആ ചെക്ക് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം, അതുപോലെ തന്നെ ആ റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു IP അഡ്രസ് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള IP അഡ്രസ് ആണോ, ഈവൻ നമ്മൾ ആ ഒരു നമ്മുടെ ഒരു മൗസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിന്റെ ഫിംഗർ പ്രിന്റ് ഫേക്ക് ആണോ എന്ന് പോലും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു എന്ത് റിക്വസ്റ്റ് ആണ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AI മോഡൽസിനൊക്കെ പോലെ ഇത് നമ്മൾ ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഇവർ ഈ ഒരു സെറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യും. ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അവർ നമ്മുടെ AI മോഡൽസ് എന്താ ചെയ്യുന്നത്, ഡാറ്റ പ്രഡിക്ഷൻ ആണല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ കേസിലാണെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ടൈപ്പ് യൂസർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഇനി ഇവര് ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇവരുടെ ക്ലിക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസിലാണ്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്രയും ഇൻഡെപ്ത് നമുക്ക് പോകണ്ട. നമ്മളിപ്പം ഇവരുടെ ഇഷ്യൂ ആണല്ലോ അനലൈസ് ചെയ്യുന്നത്, വർക്കിംഗ് മെത്തേഡ് ഒന്നും അല്ലല്ലോ. അപ്പം ഈ ഒരു ക്ലിക്ക് ഹൗസ് ഡാറ്റാബേസിലാണ് അതിനെ ബേസ് ചെയ്തിട്ടൊരു ഫീച്ചർ ഫയൽ ജനറേറ്റ് ചെയ്യും. അത് ഞാൻ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്തു അല്ലെ, ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു പ്രാവശ്യം മാത്രമല്ല ഇവർ ട്രെയിൻ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ല ഒരു സെറ്റ് ഓഫ് ഡാറ്റ മാത്രം യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താ, എഗെയിൻ അറ്റാക്കേഴ്സിന് ഈസി ആയിട്ട് ഈ ഒരു ട്രെയിനിങ് ഡാറ്റ ഐഡന്റിഫൈ ചെയ്യാം. എഗെയിൻ എന്തെങ്കിലുമൊക്കെ മലീഷ്യസ് ആക്ടിവിറ്റീസ്, അതായത് പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് ഇവരുടെ ഈ എൻ്റയർ ഫീച്ചേഴ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ബോട്ട് എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്ത് സിസ്റ്റം ക്രാഷ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെയൊക്കെ വെബ്സൈറ്റിന് എഗെയിൻ ഒരു സെക്യൂരിറ്റി ത്രെട്ട് അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ഈ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് പുതിയൊരു സെറ്റ് ഓഫ് ഫീച്ചർ വരും, അതിനെ ട്രെയിൻ ചെയ്യും, ഈ ക്ലിക്ക് ഹൗസ് DBയിലേക്ക് സ്റ്റോർ ചെയ്യും, അതിൽ നിന്ന് ഫയൽ ജനറേറ്റ് ചെയ്യും. ഈ ഒരു ഏരിയയിലാണ് ആക്ച്വലി ഒരു നൗ
നവംബർ 18 ഒരു ഇഷ്യൂ വന്നത്. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റനെ കൊറി ചെയ്തെടുത്തിട്ട് ആ കൊറിന്റെ റിസൾട്ട് ഒരു ഫ്യൂച്ചർ ഫയൽ ജനറേറ്റ് ചെയ്യും. ആ ഫയലാണ് വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്ന ഇവരുടെ ക്ലൗഡിന്റെ സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ഈ ആ ഒരു ദിവസം ഇവരുടെ DBന്റെ പെർമിഷൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കൊറീനെ മീൻസ് ഡാറ്റാബേസ് ക്ലിക്ക് ഹൗസ് DBനെ റീഡ് ചെയ്യുന്ന ഡാറ്റാബേസിന്റെ കൊറി മാനിപ്പുലേറ്റ് മീൻസ് കൊറീന്റെ റിസൾട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസും കൂടെ ഈ കൊറിയർ റിസൾട്ടിൽ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ബോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന്, ബോട്ടാണോ നോക്കുന്നതെന്ന്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലിക്ക് ചെയ്ത ടൈമിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞു. അപ്പൊ ആ പുതിയൊരു സെറ്റ് ഓഫ് ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫീച്ചേഴ്സിനെല്ലാം DBന്ന് റീഡ് ചെയ്തെടുത്തു. ഫോർ എക്സാമ്പിൾ ഫീച്ചർ ABC എന്നുണ്ടെന്ന് വിചാരിച്ചോ. സാധാരണ ഒരു ഫയലിനകത്ത് ഈ ഫീച്ചർ ABC മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ, ഇവിടെ ഫീച്ചർ Aയും ഫീച്ചർ Aന്റെ ഡ്യൂപ്ലിക്കേറ്റും ഫീച്ചർ Bയും ഫീച്ചർ Bന്റെ ഡ്യൂപ്ലിക്കേറ്റും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം കൂടെ കയറി ഈ ഫയലിന്റെ സൈസ് ഡബിളായി. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് ആരും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഫയലിന്റെ സൈസ് കയറി ഡബിളായി. ഇനി ആ ഫയൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൗഡ് സെർവേഴ്സിൽ പ്രോക്സി സെർവർ റണ്ണിംഗ് ആണ്, പ്രോക്സി സെർവേഴ്സിലേക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ പ്രോക്സി സെർവറിൽ ഓൾറെഡി അവർക്കറിയാലോ അവരുടെ സിസ്റ്റത്തിൽ എത്ര നമ്പർ ഓഫ് പുതിയ ഫീച്ചേഴ്സ് ആണ് വന്നത്, എത്ര നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫീച്ചർ ഫയലിന് വേണ്ടിയിട്ട് മെമ്മറി പ്രീ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫയലിന്റെ സൈസ് ഇത്രയാണ്, ആ ഫയലിന്റെ സൈസ് ബേസ് ചെയ്തിട്ട് ഒരു മെമ്മറി പ്രീ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഡബിൾ ആയിട്ടുള്ള ഫയലാണ് ഇവരുടെ ഒരു പ്രോക്സി സെർവറിലേക്ക് ആക്ച്വലി ഇവർ റിസീവ് ചെയ്തത്. അതിന്റെ റിസൾട്ട് എന്താ, പ്രോക്സി സെർവറിന്റെ ആ ഒരു മെമ്മറിക്ക് ഒരു അപ്പർ ബൗണ്ട് ലിമിറ്റ് ഉണ്ടല്ലോ, അതിനെ ഹിറ്റ് ചെയ്തു. അതിനപ്പുറത്തേക്ക് തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സോ എൻ്റയർ സിസ്റ്റം ക്രാഷ് ആയി. ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതായത് ഈ ഒരു മെമ്മറി പ്രീ അലോക്കേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു എൻ്റയർ ഇഷ്യൂ വന്നത്. അതിന്റെ റീസൺ ഒന്നും നമുക്കറിയില്ല, അത് അവരുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിന് ഭാഗമായിട്ടുള്ള അവരുടെ കാര്യമല്ലേ. അപ്പൊ എന്തായാലും 3 മണിക്കൂറത്തോളം ഈ ഒരു ഇഷ്യൂ നീണ്ടു നിന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു 14-22 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഒരു ഇത് റിസോൾവ് ചെയ്തു. റൂട്ട് കോസ് ഒക്കെ പറഞ്ഞു, അറ്റാക്സും ഒന്നും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, ഇന്റേണൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു, റിസോൾവ് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആക്ച്വൽ ഇൻകം ക്യാപിറ്റൽ അവർ നെറ്റിൽ പറയുന്നത് ഒരു 20 തൊട്ട് 30 വരെ ബില്യൺ ഡോളേഴ്സാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഇവർക്ക് വന്നത് $60 ബില്യൺ, അതായത് ഏകദേശം അവരുടെ ഇൻകത്തിന്റെ ഇരട്ടി നഷ്ടം അവർക്ക് ആ ഒരു 3 മണിക്കൂർ കൊണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഫയൽ സൈസ് കേൾക്കുമ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ആണെന്ന് തോന്നുന്നത് കൊണ്ട് നമുക്ക് വരാവുന്ന ഇത്രയും വലിയ ഇഷ്യൂസ് ആണ്. ഞാൻ ഓൾറെഡി ഡെവോപ്സിന്റെ ഒക്കെ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ, റിയൽ ടൈം ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ. നമ്മൾ കയ്യിൽ നിന്ന് ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ കുറെ എക്സിസ്റ്റിംഗ് സെർവേഴ്സിനെ ഡിലീറ്റ് ചെയ്യുന്ന കമാൻഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെറിയ ചെറിയ കമാൻഡ്സ് ആയിരിക്കും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പം കുറെ നേരത്തേക്ക് കസ്റ്റമേഴ്സിന് സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഡാറ്റ ലോസ്, പ്രോഫിറ്റ്, റവന്യൂ ഒക്കെ ഇതിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.